പലരുടെയും ജീവിതത്തിൽ നമുക്ക് പലതാണ് സ്ഥാനം. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? പക്ഷേ ചിലരുടെ മനസ്സിലും ജീവിതത്തിലും നമുക്ക് സ്ഥാനമേ ഉണ്ടാവില്ല. അവർ നമ്മളെ കാണുന്നതേ ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, നമ്മളെന്നൊരു വസ്തു അല്ലെങ്കിൽ നമ്മളെന്നൊരു ജീവി അവിടെ ഉണ്ടെന്ന് പോലും അവർ ഭാവിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചിലർക്ക് നമ്മളോട് വെറുപ്പും അവഗണനയും ആക്ഷേപങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക. എന്ത് കാര്യത്തിനാണെന്ന് പോലും അവർക്ക് പോലും അറിയില്ല. പക്ഷേ ഇതെല്ലാം നമ്മളോടുണ്ടാവും. അതിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവില്ല. അത്തരക്കാരുടെ മുന്നിൽ നിന്ന് എന്നെ ഒന്ന് നോക്കൂട്ടോ, പ്ലീസ് എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് യാചിക്കുന്നത് എന്തിനാണ്? ഇനി വേറെ കുറച്ച് ചിലരുണ്ട് കേട്ടോ, സ്വന്തം കാര്യം മാത്രം നോക്കി തികച്ചും സ്വാർത്ഥമായ മനസ്സുള്ളവർ. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല കേട്ടോ. അത് അവരുടെ കുറ്റമല്ല, അവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഒരിക്കൽ അവർ നമ്മളെ കാണും. എപ്പോഴാ? അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ അവർ പൊയ്ക്കോളും. അവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവില്ല. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമേ അവർ വരുള്ളൂ. ഇത്തരക്കാരെ ഒഴിവാക്കാൻ അറിയാത്ത, വീണ്ടും വീണ്ടും അവരുടെ പുറകെ ചെന്ന് സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന വിവേകമില്ലാത്തവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ. ഒരാളുടെ പിറകെ ചെന്ന് യാചിച്ച് എനിക്ക് ഇത്തിരി സ്നേഹം തരുമെന്നും എന്നെ ഒന്ന് നോക്കുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരിക്കലും അവർ നമ്മളെ നോക്കാൻ പോകുന്നില്ല. അത് സത്യമായ കാര്യമാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും തിരിച്ചറിയണം നമ്മൾ ആരെയാണ് കൂടെ നിർത്തേണ്ടതെന്ന്. വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ട് വിഡ്ഢികളാവുന്നത്? നമ്മളെ വിഡ്ഢികളാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിന് നിന്നു കൊടുക്കുന്ന നമ്മൾ എത്രമാത്രം വലിയ വിഡ്ഢിയാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂട്ടോ.